വീണ്ടും നമ്മളെ ഇഷ്റാഖിലേക്കും സുബ്ഹാനല്ലാഹ് അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മളെ ഹയാത്താക്കി. എന്നിട്ട് അതിനുശേഷം അവനെ ഓർക്കുന്ന, അവനേറെ ഇഷ്ടപ്പെടുന്ന മജ്‌ലിസിലേക്ക് നമ്മളെ വീണ്ടും അവൻ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഷാക്കിറായിട്ടുള്ള ഒരു ഖൽബ് നമുക്ക് ഉണ്ടായിരിക്കുക. നമ്മുടെ ആദ്യത്തെ ദുആ തന്നെ ഷാക്കിറായ ഒരു ആബിദാക്കണേ എന്നുള്ള ഒരു തേട്ടായിരുന്നു അല്ലെ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി വഹ്ദ, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما ربنا تقبل منا. സുബ്ഹാനല്ലാഹ്. ഇന്ന് 21ാമത്തെ ഗൈസിലെത്തി നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ നമ്മളെ ഗൈസായിട്ട് നമ്മളെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങാനുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിത്റില് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന, റമദാനിലെ വിത്റുകളിലും നമ്മൾ ഹയാത്താക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. വിത്ർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഏതാണ് ആ പ്രാർത്ഥന എന്നുള്ളത്. ഖുനൂത്താണ്. ഈ പ്രാർത്ഥനക്ക് വല്ലാത്തൊരു ലാളിത്യമുണ്ട്. ഓരോ തവണ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആ പ്രാർത്ഥന അത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നോക്കാറുണ്ട് അല്ലെ. ഓരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള പ്രാർത്ഥനകളാണെങ്കിലും നമ്മൾ ആ ഒരു ഭാഗം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥനയെ തദബ്ബുർ ചെയ്യാറ്. അപ്പോ ഈ സമയത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഖുനൂത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് വന്നിട്ടുള്ളത്, റസൂലുള്ളാഹിന്റെ ഹുമാ റൈഹാനത്താൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള തന്റെ പേരക്കുട്ടികളായിട്ടുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലെ. അതിലെ ഹസൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത്. ഹസൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. ഒരു കുഞ്ഞു കുട്ടിക്ക് റസൂലുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പ്രാർത്ഥന എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു എങ്കിൽ, അതും ആ കുട്ടി റസൂലുള്ളാഹിന്റെ റൈഹാനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹു കൂടിയാണെങ്കിൽ, ഈ പ്രാർത്ഥനന്റെ ഇമ്പോർട്ടന്റ് എത്ര മാത്രമായിരിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോ കുഞ്ഞു കുട്ടികൾക്ക് ആരെങ്കിലും കൊണ്ടുപോയിട്ട് നാസും ഫലക്കോ ആദ്യം പഠിപ്പിക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ. ആദ്യം നമ്മൾ ഫാത്തിഹയാണ് പഠിപ്പിക്കുക, പിന്നെ ഇഖ്ലാസ് ആണ് പഠിപ്പിക്കുക. കുഞ്ഞു മക്കൾക്ക് പഠിപ്പിക്കുമ്പോ, ഖുർആൻ പഠിപ്പിക്കുമ്പോ നമുക്കൊരു തർത്തീബ് ഉണ്ട് അല്ലെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ആ ചെറുപ്രായത്തില് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത്രയും പ്രാധാന്യത്തോടു കൂടി, അത്രയും എന്താ പറയാ മൂല്യത്തോടു കൂടി നമ്മുടെ കൈകളിലുള്ള നിധിയാണ് ഖുനൂത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിലാണ് ഖുനൂത്ത് നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് സഹീഹായി വന്നിട്ടുള്ളത്. അതിന് പുറമെ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പരിപൂർണമായി സഹീഹാണ് എന്ന് നിങ്ങൾക്ക് പരിപൂർണമായി 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. നമ്മുടെ അവലംബം എന്തുമാത്രമാണ്? സഹീഹായി വരണം. അല്ലാതെ ആര് പറഞ്ഞു, ഇവൻ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ ഏത് പണ്ഡിതന്മാർ പറഞ്ഞു എന്നുള്ളതോ അല്ല നമ്മുടെ അവലംബം. പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തില് കൃത്യമായി സ്വീകാര്യയോഗ്യമായി വന്നു എന്നുള്ളതാണ് നമ്മുടെ അവലംബം. അതിനുശേഷം മാത്രമാണ് ഖിയാസിനും ഇജ്മാഇനും ഒക്കെ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളതിൽ ഉറപ്പുണ്ടെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്തുടരാം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് കണ്ടീഷനുകൾ പറഞ്ഞിട്ട്, അഥവാ അല്ലാഹു അതുപോലെ ഇത് എനിക്ക് വേണം, അതുപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേട്ടാണ് ഈ ഒരു പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്. പ്രാർത്ഥനയുടെ തുടക്കം, ഒരൊറ്റ മിനിറ്റ്.
പ്രാർത്ഥനയുടെ തുടക്കത്തിലെ വേർഡ് നമുക്ക് നമ്മുടെ ഗൈസിന്റെ ഏകദേശം എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സുപരിചിതമായിട്ടുള്ള വേർഡാണ് അല്ലെ, അള്ളാഹുമ്മ. അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുസ്തജിബ്, റബ്ബേ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന, ഇനി ഞാൻ നിന്നോട് തേടാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെയും എന്റെ റബ്ബേ, എന്റെ അള്ളാഹുവേ, നീ എന്ത് ചെയ്യണം, എനിക്ക് ഉത്തരം നൽകണേ. എന്നിട്ട് അള്ളാഹിനോട് പറയണ എന്താ, ഇഹ്ദിനി ഫീമൻ ഹദൈത്, അള്ളാഹുവേ നീ എന്നെ എന്ത് ചെയ്യണം, സന്മാർഗത്തിലാക്കണം. ഫീമൻ ഹദൈത്, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ നീ എന്ത് ചെയ്യണം, എന്നെ സന്മാർഗത്തിലാക്കണം എന്ന് പറയാണ്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫീമൻ ഹദൈത്, നീ ആരെയൊക്കെയാണോ ഹിദായത്തിലാക്കിയത് ആ ഒരു കൂട്ടരുണ്ടല്ലോ, നീ ഹിദായത്തിലാക്കി നീ വളർത്തിക്കൊണ്ടുവന്ന് നിന്റെ സംരക്ഷണത്തിലായി കൊണ്ട് മുന്നേറി അങ്ങനെ ജന്നാത്തുൽ അലയിലെത്തിയിട്ടുള്ള ഭാഗ്യവാന്മാര്, അവരുടെ കൂട്ടത്തില് റബ്ബേ നീ എന്ത് ചെയ്യണം, എന്നെയും ഹിദായത്തിലാക്കണേന്ന്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചൊക്കെ, അള്ളാഹു മെഹ്ദിനി എന്ന് മാത്രം ഈ പ്രാർത്ഥന അവിടെ നിൽക്കുന്നില്ല, ആ ഒരു കണ്ടീഷനെ കൂടി അള്ളാഹിനോട് പറയാം, റബ്ബേ നീ ഹിദായത്തിലാക്കിയോരെ കൂട്ടത്തിൽ നീ എന്നെയും ഹിദായത്തിലാക്കണം. അപ്പൊ ആരൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയവര്? സൂറത്തുൻ നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 69-ാമത്തെ ആയത്തില് വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നുണ്ട്. ആരാണ്? മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ ഹിദായത്തിലാക്കിയ ആ സന്മാർഗത്തിലായിട്ടുള്ളവർ ആരാണ്? നബിയുണ്ട്, നബികളുടെ കൂട്ടാണത്, നബിമാരുടെ കൂട്ടാണത്. പോരാത്തതിന് സിദ്ദീഖുകളുടെ കൂട്ടാണ്. കഴിഞ്ഞില്ല, ശുഹദാക്കളുടെ കൂട്ടാണ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നില്ല, വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടാണ്. ഈ 4 കൂട്ടങ്ങളും ചേർന്നിട്ടുള്ള അള്ളാഹു ഹിദായത്തിലാക്കിയ ആ മുന്നേറിയവരുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവേ നബിമാരുടെ കൂട്ടത്തില്, സിദ്ദീഖുകളുടെ കൂട്ടത്തില്, ശുഹദാക്കളുടെ കൂട്ടത്തില്, പിന്നെ ആരാ? സ്വാലിഹികളുടെ കൂട്ടം. ഇവരുടെ ഒക്കെ കൂട്ടത്തിൽ എന്നെയും കൂടെ ചേർത്തണേ, ഇവരുടെ ഒക്കെയും കൂട്ടത്തിൽ എന്നെയും നീ ഹിദായത്തിലാക്കണേ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്കറിയാലേ, സുബ്ഹാനല്ലാഹ്, ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ സ്നേഹമാണ് നമ്മളെ അവൻ ഹിദായത്തിലാക്കി എന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടാണോ? നമ്മൾ എന്തെങ്കിലും കാടും മേടും തേടി, സന്മാർഗം തേടി നമ്മൾ അന്വേഷിച്ചു പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ജനിച്ചവരായിരിക്കെ നമ്മളെ ഹിദായത്തിലാക്കി, പോരാത്തതിന് നമ്മൾ അതിലേക്ക് തുടർത്തിക്കൊണ്ടു പോവാണ് നമ്മളെ റബ്ബ്. അത് നമുക്ക് നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ പറയുക, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്നുള്ളത് നമ്മൾ വെറും അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈത്ത് വഅഫ്നി ഫീമൻ ആഫിൻ അങ്ങനെ ഒരു ഓടിച്ചു പോകുന്നതിനപ്പുറം അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്ന് പറയുന്ന സമയത്ത് ഈ 4 കൂട്ടരുടെയും കൂട്ടത്തില് എന്നെയും റബ്ബെ നീ ചേർത്തണമേ എന്നുള്ളൊരു തേട്ടം വരണം. അതോടൊപ്പം നമുക്ക് ബോധ്യമാവേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായും നീ ഇഷ്ടപ്പെടുന്നവരെ, റസൂലുള്ളാഹിനോടാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലയോ മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് ഒരിക്കലും ഹിദായത്തിലാക്കാൻ പറ്റൂല. വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായിട്ടുള്ള അബൂ ത്വാലിബ് ഒരു സൈഡില് അല്ലെ, മറ്റേ സൈഡില് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശി ഉണ്ട് അവിടെ റളിയല്ലാഹു അൻഹു, ഹിന്ദ് ഉണ്ട് അവിടെ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നോക്കീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ ഇസ്ലാം പരിപൂർണമായും ഹക്കാണെന്ന് ബോധ്യമായിട്ടുള്ള റസൂലുള്ളാഹിക്ക് എല്ലാ തരത്തിലും തണലായിട്ടുള്ള അബൂ ത്വാലിബിന് കൊടുക്കാത്ത, റസൂലുള്ള ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങേയറ്റം കൊതിക്കുന്നുണ്ട്, അബൂ ത്വാലിബ് ഒന്ന് ഷഹാദത്ത് ചൊല്ലിയിരുന്നെങ്കിലെന്ന്. പക്ഷെ ചൊല്ലിയില്ല. ആ സമയത്ത് അള്ളാഹ് തിരുത്തി കൊടുക്കുന്നുണ്ട്, മുഹമ്മദെ നീ ഇഷ്ടപ്പെടുന്നവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഒരിക്കലും ഹിദായത്തിലാക്കാൻ പറ്റൂല എന്നുള്ളത്. ആ അബൂ ത്വാലിബ്
വിധിയാണ് നമുക്കൊക്കെയും കിട്ടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് എല്ലാം ബോധ്യമായ അബൂ ത്വാലിബിന് പോലും കിട്ടാത്ത നിഅമത്താണ് നമ്മളെ കയ്യിലുള്ളത്. മറ സൈഡില് ഹിന്ദുണ്ട്, വർഷയുണ്ട്, റളിയല്ലാഹു അൻഹും അജ്മഈൻ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ റളിയല്ലാഹു അൻഹും എന്ന് അവരെ പറയണം. അള്ളാഹ് അവരെ പറ്റി പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻ. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് എന്നുള്ളത്, റബ്ബേ നീ ഹിദായത്തിൽ, നീ സന്മാർഗം കൊടുത്തവരുടെ കൂട്ടത്തിൽ എന്നെയും നീ സന്മാർഗത്തിലാക്കണേ. അടുത്തത് എന്താ ചോദിക്കുന്നത് അള്ളാഹുവിനോട്? വആഫിനി ഫീമൻ ആഫൈത്. അള്ളാഹുവെ, നീ മാപ്പും സുഖവും സൗഖ്യവും നൽകിയവരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ എനിക്കും, അവരെ പോലെ എനിക്കും നീ ആഫിയത്തിനെ നൽകണേ എന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ അദ്കാറുകളിൽ പെട്ടിട്ടുള്ള രാവിലെയും വൈകുന്നേരവും റസൂലുള്ള മുടങ്ങാതെ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയിൽ പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്കറിയാം അല്ലെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. റബ്ബേ, ഈ ദുനിയാവിലും പരലോകത്തെയും സുഖത്തിനും അതുപോലെ തന്നെ സൗഖ്യത്തിനും, മാപ്പിനും സൗഖ്യത്തിനും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ പറ്റും. ഒരു ഹദീസില് ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പൊ റസൂലുള്ള പറയുന്നത് എന്താ? സലിൽ ആഫിയ, നീ ആഫിയത്തിന് അള്ളാഹിനോട് ചോദിക്കുന്ന പറഞ്ഞത്. കാരണം ആഫിയത്തിനെ ചോദിക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ടതാ. നമ്മുടെ ഗൈസിന്റെ പ്രാർത്ഥനകളിൽ നമ്മൾ 2-3 പ്രാർത്ഥനകൾ ഇതുമായി ബന്ധപ്പെട്ട് അഫുവിനെ പറ്റി നമ്മൾ മുന്നത്തെ ഗൈസിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? മാപ്പ് നൽകുക എന്നുള്ളതിന്റെ ഒരു ആഴം, അഥവാ ഒരു പരാതിയും പരിഭവവും ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്നതിന് മുൻപേ സ്നേഹത്തോടുകൂടി നമ്മളെ പാപങ്ങൾ കൊണ്ട് വിട്ടൊഴിവാക്കി തരുന്നതിനാണ് അഫു എന്ന് അറിയാം അല്ലെ? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ അള്ളഹാനോട് ചോദിച്ച് കരഞ്ഞ് നമ്മളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മായ്ച്ചു കളയുക, പൊറുക്കുന്നതിനാണ് മഗ്ഫിറത്ത് എന്നറിയുക. അതുപോലെ അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മുഖവിലക്കെടുക്കാതെ അള്ളാഹ് വിട്ടു തരികയാണ്. സുബ്ഹാനല്ലാഹ്, മാപ്പാക്കി തരികയാണ്, ഒഴിവാക്കി തരികയാണ് നമ്മളെ അടുത്തുനിന്ന്. അതിനാണ് അഫു എന്ന് പറയാ. ഇവിടെ നമ്മൾ എന്ന് പറയുന്ന സമയത്ത് അഫുവും ആഫിയത്തും നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആഫിയത്തിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഈ ദുനിയാവില് ഒരുപാട് ആയുസ് കിട്ടിയിട്ട് നമുക്ക് ആഫിയത്തില്ല, നല്ല സൗഖ്യമില്ല, നല്ല ആരോഗ്യമില്ല എങ്കിൽ വെറുതെയാണ്. നമ്മൾ പറയാറുണ്ട് അല്ലെ? നമ്മളെ പ്രാർത്ഥനയില്, ഗൈസിന്റെ ഒരു പ്രാർത്ഥനയില് നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട്, കാവലിനെ തേടുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലിന്റെ അവിടെ നമ്മൾ പറയുന്നുണ്ട് വൽ ഹറമി, വാർദ്ധക്യത്തിൽ നിന്ന് റബ്ബേ നിന്നോട് ഇത് ഞാൻ രക്ഷ തേടുന്നു എന്ന്. എന്തുകൊണ്ടാണ്? വാർദ്ധക്യം ആഫിയത്ത് നീങ്ങി പോകുന്ന അവസ്ഥയാണ് അല്ലെ? വേണ്ട, നമുക്ക് ആഫിയത്ത് ഇല്ലാത്തൊരു ആരോഗ്യം, ഒരു സമയം നമുക്ക് വേണ്ടതില്ല. റസൂലുള്ള അങ്ങനെ ആഫിയത്തിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിനോട് സദാ ആഫിയത്തിനെ ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് സലിൽ ആഫിയ, നിങ്ങൾ എന്ത് ചെയ്യും? ആഫിയത്തിന് അള്ളാഹിനോട് ചോദിക്കുന്ന പറഞ്ഞത്. നമുക്കറിയാം അല്ലെ? പ്രാർത്ഥനകളിൽ ഹദീസിൽ വന്ന പ്രകാരം നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽക്, എന്റെ കാഴ്ചക്ക് നീ ആഫിയത്ത് നൽക് റബ്ബേ, എന്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽക് റബ്ബേന്ന്. സുബ്ഹാനല്ലാഹ്, ഈ എടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ആഫിയത്ത് കിട്ടേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളം. അതുകൊണ്ടാണ് ആ ഒരു എല്ലാ കാര്യത്തെയും ചുരുക്കിയിട്ടാണ് ഇവിടെ റബ്ബേ നീ സുഖവും സൗഖ്യവും മാപ്പും കൊടുത്തവരുണ്ടല്ലോ, അവരെ പോലെ എനിക്കും തരണേന്ന് അള്ളഹാനോട് കണ്ടീഷൻ പറയണം റബ്ബേ. അഥവാ നമുക്ക് അത്രയും കൊതിയുള്ള സമയത്തല്ലേ, ഒരു വസ്തുവിനോട് നമുക്ക് അത്രയും കൊതിയാണെങ്കിൽ നമ്മളെ പാരന്റ്സ്, നമ്മളെ ഉപ്പ പുറത്താണ്, നമുക്കൊരു മുട്ടായി തിന്നാൻ പൂതിയുണ്ട്.
അപ്പോ ഒരു എക്സാമ്പിൾ ആണ്, ഡയറി മിൽക്ക് സിൽക്ക് തിന്നാനാ പൂതി. അപ്പൊ നമ്മള് ഉപ്പാന്റെ അടുത്ത് പറഞ്ഞ ഉപ്പാക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയും. എന്നിട്ട് നമ്മൾ വീണ്ടും ഉപ്പാനോട് പറയും ഉപ്പ ഡയറി മിൽക്ക് തന്നെ വേണം. വീണ്ടും നമ്മൾ പറയും ഡയറി മിൽക്ക് സിൽക്ക് തന്നെ വേണം, വേറെ ഒന്നും വേണ്ടേ, ഡയറി മിൽക്ക് സിൽക്ക് തന്നെ വേണം. അതിനർത്ഥം എന്താ? എനിക്ക് ഗാലക്സി തിന്നാനാ പൂതിന്നാ? അല്ല, എനിക്ക് ഡയറി മിൽക്ക് സിൽക്ക് തിന്നാനാ പൂതി, അതന്നെ കിട്ടണം, അല്ലേ? അതുകൊണ്ട് അത്രയും നമ്മൾ വിശേഷിപ്പിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? റബ്ബേ നീ ആഫിയത്ത് കൊടുത്ത്, നീ അഫു കൊടുത്ത് നീ ഉന്നതിയിലാക്കിയ ആൾക്കാരുണ്ടല്ലോ, ഓരെ പോലെ എനിക്കും തരണം. അവരെ പോലെ എനിക്കും നീ ആഫിയത്ത് നൽകി കഴിഞ്ഞാൽ എന്താവും? ഞാനും അവരെ പോലെ മുന്നേറും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ ഒരു കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്നത് അള്ളാഹുവിനോട്. മൂന്നാമതായി കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ? വതവല്ലനി ഫീമൻ തവല്ലൈത്. അള്ളാഹുവേ, നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ, ഈ ഏറ്റെടുക്കലിന് ഒരു പ്രത്യേകത ഉണ്ട്. നീ സ്നേഹത്തോടെ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഇന്നെയും ഏറ്റെടുക്കണേന്ന്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനില് പലയിടത്തായിട്ട് പറയുന്നത് കാണാൻ പറ്റും. അള്ളാഹു വലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ വലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെ? ഇവിടെ അള്ളാഹുവിന്റെ നമ്മളിപ്പോ മൂന്നിടത്ത് ആദ്യത്തിൽ അള്ളാഹു മഹ്ദിനി എന്ന് പറഞ്ഞു കൊടുത്താൽ ഹാദി, അള്ളാഹ് ഹാദിയാണ്. അള്ളാഹു മാത്രമാണ് സന്മാർഗം നൽകുന്നവൻ. അള്ളാഹുവിന് മാത്രമേ സന്മാർഗത്തിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇസ്മിനെ നമ്മൾ മുമ്പിച്ചിട്ടാണ് നമ്മൾ കാര്യം ചോദിച്ചിട്ടുള്ളത്. ആഫിനി ഫീമൻ ആഫൈത്ത് എന്നുള്ളടത്ത് അള്ളാഹു അഫുവാണ്. അഫു എന്നുള്ള അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെ മുൻപിലാക്കി മുന്തിച്ചു കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചോദിക്കുന്നത്. ഇവിടെ അള്ളാഹു ആണ് വലിയ, അള്ളാഹു ആണ് അൽ മൗല, അവനല്ലാതെ വേറൊരു വലിയില്ല, വേറൊരു മൗലയില്ല എന്നുള്ള അള്ളാഹുവിന്റെ ആ ഒരു വിശേഷണത്തെ മുൻപിച്ചുകൊണ്ടാണ്, അതിനെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത് വതവല്ലനി, അള്ളാഹുവെ നീ എന്നെ സ്നേഹത്തോടെ ഏറ്റെടുക്കണേ. ഫീമൻ തവല്ലൈ, നീ സ്നേഹത്തോടെ ഏറ്റെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരാരാണ്? നമ്മൾ നേരത്തെ നിസായിൽ പറഞ്ഞ 4 കൂട്ടരാണ്. നബികളാണ്. നബികളൊന്ന് ആലോചിച്ച് നോക്കി, നബിമാരൊന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ആരായിരുന്നു ഉണ്ടായിരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുത്തു. ബാക്കി അവർക്ക് ഒന്നും ഇല്ലാതിരുന്നിട്ടും അവർക്ക് ഒന്നുമില്ലായ്മ അനുഭവപ്പെട്ടിട്ടില്ല, അല്ലെ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ നോക്കി. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കറിയാം, ഒരു ഉമ്മ, ഉപ്പ, ആ ഒരു ലാളന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടേണ്ടുന്നത് എത്രമാത്രമാണ്. അതിനുശേഷം ബന്ധുക്കള്, പ്രിയപ്പെട്ടവര്, എല്ലാം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് എല്ലാം ആയത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തിട്ടുണ്ട്. നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. സിദ്ദീഖുകളെ, ശുഹദാക്കളെ, സാലിഹീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒരു പ്രശ്നവും അവരെ ബാധിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പറയാണ് വതവല്ലനി, അപേക്ഷിക്കാണ്, റബ്ബേ എന്നെയും നീ സ്നേഹത്തോടെ ഏറ്റെടുക്കണേ. ഫീമൻ തവല്ലൈത്, നീ സ്നേഹത്തോടെ ഏറ്റെടുത്ത ആ ഒരു ആൾക്കാരെ പോലെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറൊരു ഒരു വലിയോ വേറൊരു നസീറോ ഇല്ല എന്നുള്ളത് നമ്മൾ ഇവിടെ ബോധ്യപ്പെടേണ്ടതുണ്ട്, അല്ലെ? അതുകൊണ്ടല്ല അള്ളാഹിനോട് നമ്മൾ ഏറ്റെടുക്കാൻ പറഞ്ഞത്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ആരില്ല, യാതൊരു വലിയും നസീറും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹ് ഇങ്ങനെ ആരെങ്കിലും ഏറ്റെടുത്താൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിഞ്ഞോ? നമ്മളോട് പറയാണ്, നിങ്ങൾ അറിഞ്ഞോളി, നിങ്ങൾ ആരെങ്കിലും അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത, അള്ളാഹു ഏറ്റെടുത്ത അവന്റെ അഖറബുകൾ ഉണ്ടല്ലോ, അവനിലേക്ക് ഏറ്റവും അടുത്തവര്, അവരെ പ്രത്യേകത എന്താ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓർക്ക് യാതൊരു പേടിയും പേടിക്കണ്ട, യാതൊരു വിഷമവും ഉണ്ടാവണ്ട. എന്നാലോചിച്ച്, സുബ്ഹാനല്ലാഹ്, നിർഭയത്വത്തെയാണ് നമ്മൾ ഇതിലൂടെ അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലെ? അടുത്തതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് എന്താണ്? അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്?
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കഫ, അവൻക്കത് മതിയായതാണ്. അള്ളാഹ് മതിയായതാണ്. കഫ ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, എന്റെ അടിമക്ക് അള്ളാഹ് പോരെ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരാണ്, അള്ളാഹ് ഒരുവനെ ഏറ്റെടുത്താൽ അവൻക്ക് അള്ളാഹ് മതിയായതാണ്. ഒരുവനെ അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ അവൻക്ക് പിന്നെ അവനെ ഏറ്റെടുക്കാൻ ആരാ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കി. തട്ടി തട്ടി കളിക്കുന്ന ഒരു കളിപ്പാവ പോലെ ഉണ്ടാവൂലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹ് ഏറ്റെടുക്കുന്ന അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളില് മുഅ്മിനാത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ കാണുന്നതാണ് നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സുബ്ഹാനല്ലാഹ്, അവൻ എത്ര നല്ല വലിയാണ്. അവനേക്കാൾ ഏറ്റവും നന്നായി സഹായകർത്താവായിട്ട് വേറെ ആരാ ഉള്ളത് എന്ന് അവിടെ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അടുത്തതായി കൊണ്ട് നമ്മൾ എന്താ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, വബാരിക് ലീ ഫീമാ അഅതൈത്. റബ്ബേ വബാരിക് ലീ, എനിക്ക് ബർക്കത്ത് നൽകണേ, എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നൽകണേ. എന്തിലാണ്? ഫീമാ അഅതൈത്, എനിക്ക് നീ എന്താണ് നൽകിയത് അതിൽ നീ എനിക്ക് എന്ത് ചെയ്യണം? ബറക്കത്ത് നൽകണം. ഈ ബറക്കത്ത് എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ശരിക്കും നമുക്ക് എന്താണ് കിട്ടിയത് അത് ഒരുപാട് ധാരാളമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന തരത്തില് ആധിക്യം അനുഭവപ്പെടുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയാ. ഇപ്പം അഥവാ നമ്മൾ ചിലർ പറയുന്നത് കാണാൻ പറ്റുന്ന, ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വേണ്ടുന്ന പോഷണം എന്റെ ശരീരത്തിൽ എത്തുന്നില്ല എന്ന്. ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടുന്ന വിറ്റാമിനുകളാണെങ്കിലും വേണ്ടുന്ന പോഷണങ്ങളാണെങ്കിലും എന്റെ ശരീരത്തിൽ എത്തില്ല എന്ന്. എന്താ പ്രിയപ്പെട്ടവരെ കാരണം? ബറക്കത്തില്ല. ബറക്കത്ത് നമ്മൾ തിന്നുന്നതിൽ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനൊന്ന് ആലോചിച്ച് നോക്കി, അവര് മാസങ്ങളോളം ഒരു കാരക്ക ചീളിനെ കൊണ്ട് ജീവിച്ചവരാ. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു കപ്പ് പാല് കൊടുത്താല് ആ പാല് കുടിച്ച് ജീവിച്ചിരുന്നവരാ. പക്ഷെ അവർക്ക് എന്തുമാത്രം നന്മകൾ ചെയ്യാനുള്ള തോക്കത്താ ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അവര് പട്ടിണി കിടക്കെ അവര് യുദ്ധം ചെയ്തു, പട്ടിണി കിടക്കെ അവര് വലിയ കിടങ്ങുകൾ കീറി, പട്ടിണി കിടക്കെ ഒന്നും തിന്നാതില്ലാതിരിക്കെ തന്നെയാണ് അവരെന്ത് ചെയ്തത്? ഹിജ്റ പോയിരുന്നത്. എവിടുന്ന് കിട്ടി അവർക്ക് ആ ഒരു തോക്കത്ത്, ആ ഒരു സിഹത്ത്? അവരെന്താണോ തിന്നിരുന്നത് അത് വളരെ ചെറുതാണെങ്കിലും അവർക്ക് അതിൽ എന്തുണ്ടായിരുന്നു? ബറക്കത്തുണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും എന്ത് നമ്മൾ ചെയ്യുന്നോ അതിൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാവാനുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. എന്ത് തുടങ്ങുമ്പോഴും ബിസ്മില്ല എന്ന് പറഞ്ഞു തുടങ്ങാം. സാന്ദർഭികമായി ഒരു നിമിഷം ചേർത്ത് പറയാണ്. കാരണം ബിസ്മില്ല എന്ന് പറയുന്നത് ഒരിക്കലും പരിപൂർണമാകാത്ത വേർഡാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ കാരുണ്യാണ് അവിടെ. അഥവാ ബിസ്മില്ല പറഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ബിസ്മില്ല പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നെങ്കിൽ അള്ളാഹുവെ ഇതിലെനിക്ക് ബറക്കത്ത് നൽകണേ. ബിസ്മില്ല പറഞ്ഞിട്ട് ഞാൻ ഒരു നന്മ എഴുതുകയാണെങ്കിൽ ആ എഴുതുന്നതിൽ എനിക്ക് ബറക്കത്ത് നൽകണേ. ബിസ്മില്ല പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് ബറക്കത്ത് നൽകണേ. എന്തിനെ കൊണ്ടാണോ ഞാൻ ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്നത് അതിനെ കൊണ്ട് റബ്ബ് എനിക്ക് എന്ത് ചെയ്യണം? ബറക്കത്ത് കിട്ടണം. അതാണ് ബിസ്മില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം തുടങ്ങുന്നതിന്റെ ഒരു എന്താ പറയാ ഒരു ഫായിദ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ഖന്നിഅ്നി ബിമാ റസഖതനി. റബ്ബേ, നീ എന്താണ് എനിക്ക് നൽകിയത് അതിൽ എനിക്ക് കൺകുളിർമ, എനിക്ക് നിറച്ചു നൽകണേ, എനിക്ക് തൃപ്തി തരണേ എന്ന്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു പ്രാർത്ഥനയും വബാരിക് ലീ ഫീമാ അഅതൈത എന്നുള്ള പ്രാർത്ഥനയുടെയും ആഴം. അഥവാ ചിലർക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും, എത്ര കിട്ടിയാലും മതിയാവാത്തവരാവും. രണ്ട് കാര്യത്തില് ഉള്ള ആർത്തി, അത് ഒരു ആർത്തി നമുക്ക് ഹൈറാണ്, ബാക്കിയുള്ള ആർത്തികളെല്ലാം തന്നെയും എന്താണ്? രണ്ട് ആർത്തികളല്ലാത്ത ബാക്കി എല്ലാ ആർത്തികളും നാശത്തിലേക്ക്. ആ രണ്ട് ആർത്തികൾ എന്താ? ഒരുവൻക്ക് ഇൽമ് കിട്ടുന്നു, അവന് ഇനിയും ഇൽമ് കിട്ടണം, ഇനിയും അറിവ് കിട്ടണം എന്നുള്ള നിലക്ക് അവൻ എന്ത് ചെയ്യാണ്? കൂടുതൽ ആർത്തിയോട് കൂടി പോകുന്നെങ്കിൽ ആ ഒരു ആർത്തി അവൻക്ക് നല്ലതാണ്.
അത് അവന്റെ നന്മയിലേക്ക് എത്തിക്കൊള്ളൂ. മറ്റൊരാർത്തി എന്താണ്? ഒരാള് അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നു, അപ്പൊ ഇനിയും എനിക്ക് ചെയ്യണം എന്നുള്ള സൽക്കർമ്മങ്ങൾ ഇനിയും എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആർത്തി, അത് അവനെ കൊണ്ടെത്തിക്കല് കൂടുതൽ നന്മയിലേക്കാ. പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള ആർത്തികളെല്ലാം തന്നെയും ഒരു തരത്തിലും നമുക്ക് ഉപകാരപ്പെടാത്തതാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല നമ്മളെ സമൂഹത്തിൽ, ഇവൻ നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുക, പല നമ്മുടെ ആർത്തികളെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് ബർക്കത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവൂല. എന്നിട്ട് അള്ളഹാനോട് പറയാണ്, ഇവിടെ കണ്ടീഷൻ വെച്ചത് നോക്കി പ്രിയപ്പെട്ടവരെ, ഫീമ അഅ്തൈത്, നീ എന്താണ് തന്നത് അതിൽ എനിക്ക് ബർക്കത്ത് നൽകണേന്ന്. നീ എന്താണ് എനിക്ക് തരുന്നത് അതിൽ എനിക്ക് ബർക്കത്ത് നൽകണേ, അതിലെനിക്ക് കൂടുതൽ നന്മയിലേക്കുള്ള ആധിക്യം നൽകണേ എന്നുള്ള തേട്ടാണ് നാലാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടുന്നത്. അഞ്ചാമതായിക്കൊണ്ട് അള്ളഹാനോട് ചോദിക്കുന്നത് എന്താ? വഖീനി ശർറ മാ ഖദൈത്, റബ്ബേ നീ എന്നെ സംരക്ഷിക്കണം. എവിടുന്ന്? ശർറ മാ ഖദൈത്, നീ വിധിച്ചതിൽ നിന്ന് എന്നെ ബാധിക്കുന്ന തിന്മയുണ്ട്, ആ തിന്മയെ തൊട്ട് നീ എന്നെ കാത്തു രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതിൽ ഒന്നിലും തന്നെ എന്തില്ല? ഷർറില്ല. ഇതെങ്ങനെ നമുക്കത് ഷർറായി വരുന്നു? അത് നമ്മുടെ അവസ്ഥക്കനുസരിച്ചാ. ഒരു എക്സാമ്പിൾ പറയാ, ഇപ്പൊ നമ്മുടെ സമൂഹം, അഥവാ ഇപ്പം കോഴിക്കോട് സിറ്റി എടുക്കുക, കോഴിക്കോട് വേണ്ട, വേറെ ഏതെങ്കിലും, അതൊരു നമ്മളെ ഒരു ഗ്രാമവും ഒരു നഗരവും, രണ്ടിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ മഴ പെയ്യിക്കുകയാണ്. ഗ്രാമത്തിലുള്ളവർക്ക് അതെന്താണ്? വല്ലാത്ത നിഅമത്താണ്. രണ്ടിടത്തും 1 മണിക്കൂർ നിർത്താതെ മഴ പെയ്യുന്നെങ്കിൽ ഗ്രാമനിവാസികൾക്ക് എന്താണ്? അത് അനുഗ്രഹമാണ്, അല്ലെ? ആ 1 മണിക്കൂർ മുഴുവനായിട്ട് അവർക്ക് അനുഗ്രഹമായിരിക്കും. കാരണം ആ വെള്ളം പോവാനുള്ള പുഴകൾ അവർക്കുണ്ട്, ചാലുകൾ അവർക്കുണ്ട്, ആ വെള്ളത്തെ സംഭരിച്ചു നിർത്താനുള്ള മരങ്ങൾ അവരെ സംവിധാനത്തിലുണ്ട്, അത് അവരിപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ 1 മണിക്കൂർ മുഴുവൻ ഖൈറാണ്. ഇനിയോ നഗരത്തിലുള്ള ഒരാള്, ടൗണിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇതേ മഴ 1 മണിക്കൂർ അങ്ങനെ ആ ടൗണിലും പെയ്യുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഒരു 30 മിനിറ്റ് അത് ഹയറായിരിക്കും. ആ 1 മണിക്കൂർ നിർത്താതെ അത് പെയ്ത അവൻക്കത് ഷെറായി. കാരണം എന്താ? വെള്ളം പോവാൻ ഇടയില്ല. എവിടെ വെള്ളം പോവും? ആ വെള്ളം കയറി അതെന്താവും? വീടുകളിലേക്ക് കയറാൻ തുടങ്ങും. ഇതാണ് ഷെറ്. അഥവാ നമ്മളെ കൈകള് പ്രവർത്തിച്ചത് നിമിത്തമാണ് നമുക്ക് ഷെറ് വരുന്നത്. ആ ഷെറ് നമുക്ക് ബാധിക്കുന്നത് എന്തിനാ? ലഅല്ലഹും യർജിഊൻ, നമ്മൾ ഒരു വേള ഒന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിയേക്കാമല്ലോ എന്നുള്ളതിന്റെ നമുക്കുള്ള ഒരു ബോധം, ഒരു റിമൈൻഡർ കൂടിയാണത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ആ ഖദാ എന്നുള്ളിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അള്ളാഹു വിധിക്കുന്നതൊക്കെയും ഹൈറേ ഉണ്ടാക്കുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്നലെ അദ്ദഅവത്തുല്ലയിലെ നമ്മളെ ജൽസയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയമുണ്ട്, അതും കൂടി ഇവിടെ ഒന്ന് ചേർത്ത് പറയട്ടെ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിൻ, അവരുടെ ആ സമൂഹത്തിന്റെ വഴികേട് നിമിത്തം, വൃത്തികേടുകൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശിക്ഷ എന്നുള്ളത് അവൻക്ക് ഹൈറാണ്. എങ്ങനെ ഹൈറായി? കാരണം ആ ഒരു ശിക്ഷയിലൂടെ അവന് ചെയ്തിട്ടുള്ള, അവൻ പേഴ്സണലി ചെയ്തിട്ടുള്ള അവന്റെ ചെറുപാപങ്ങൾ അള്ളാഹ് അവിടെ കഴുകിക്കളയാണ്. അവൻ അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? ഫുള്ള് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടായിരിക്കും. പക്ഷെ ആ ഒരു പാപിയായ, ആ പാപങ്ങൾ നെറികേടുകൾ ചെയ്തിട്ടുള്ള ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ളാലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ശിക്ഷ എന്താണ്? അവൻക്ക് അസാബാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഈ ഖദാ എന്നുള്ളതിലുള്ള ആ ഒരു നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗം. അപ്പൊ അള്ളഹാനോട് പറയണം, അള്ളാഹുവെ നീ വിധിച്ചതില് എന്നെ ഒരു പക്ഷെ ഷെറ് ബാധിച്ചേക്കാം. എന്റെ കാര്യം കൊണ്ട് തന്നെ, എന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്, നമ്മളെ കയ്യിലിരിപ്പോണ്ടാണല്ലോ ഷെറ് ബാധിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ അതിൽ നിന്ന് എന്ത് ചെയ്യണം? എന്നെ കാത്തു രക്ഷിക്കണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അൽ ഖാദി ഹുവ അല്ലാഹ്, അള്ളാഹു ആണ് വിധികർത്താവ്. അള്ളാഹുവിനല്ലാതെ വിധികർത്തൃത്വം വേറൊരാൾക്കില്ല. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അടുത്ത ഭാഗം. ഇന്നക തഖ്ദീ വലാ യുഖ്ദാ അലൈക്, റബ്ബേ നീയാണ് വിധികർത്താവായിട്ടുള്ളത്. വലാ യുഖ്ദാ അലൈക്, റബ്ബേ നിനക്കെതിരെ വിധി
വെക്കാന്, അല്ലെങ്കിൽ നീ വിധിച്ച ഒരു കാര്യത്തിനെതിരായിക്കൊണ്ട് വിധി നിർണയിക്കാൻ ഒരാളും തന്നെ ഒന്നും തന്നെ ഇല്ല റബ്ബേ എന്ന് നമ്മൾ അള്ളാഹുവിനെ ഉറപ്പിച്ച് പറയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് സാക്ഷ്യപ്പെടുത്തുന്നത്? റബ്ബേ, എനിക്കൊരു പ്രയാസം ബാധിച്ചാൽ, എനിക്കൊരു വിഷമം വന്നാല്, എനിക്കൊരു തകർച്ച വന്നാല്, എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാല്, എന്ത് തന്നെ എന്നെ ബാധിച്ചു കഴിഞ്ഞാലും അത് നിന്റെ വിധിയാണ്. അത് എനിക്ക് ഷെറായി ബാധിച്ചാലും ഹൈറായി ബാധിച്ചാലും അത് ആ ഹൈറായോ ഷെറായോ ബാധിക്കുന്നത് ഞാൻ ചെയ്ത ചെയ്തികളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഷെറും ഹൈറും ബാധിക്കുന്നത്. റബ്ബേ, എന്റെ ഈ പ്രയാസത്തിനായാലും എന്റെ ഈ വിഷമത്തിനായാലും എന്റെ ഈ ബുദ്ധിമുട്ടുകൾക്കായാലും എന്റെ ഈ രോഗങ്ങൾക്കായാലും എല്ലാത്തിനും റബ്ബേ അതിനെ ആ ഒരു വിധിയെ എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വിധിയെ ഹൈറാക്കുവാൻ നിനക്കല്ലാതെ വേറൊരാൾക്കും കഴിയൂല. നീ എന്നെ ഒരു രോഗം ബാധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം മാറ്റാൻ വേറൊരാൾക്കും കഴിവില്ല റബ്ബേ. നീ എനിക്കൊരു കട ഉണ്ടാക്കാൻ തീരുമാനിച്ച്, നീ എനിക്കൊരു നഷ്ടം വരുത്താൻ തീരുമാനിച്ച്, നീ എനിക്കൊരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നീ എനിക്കൊരു ബുദ്ധിമുട്ട് നൽകി, നീ എനിക്കൊരു രോഗം നൽകി എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. നിന്റെ ആ ഒരു പരീക്ഷണത്തെ മറികടക്കാൻ, അല്ലെങ്കിൽ നിന്റെ ആ ഒരു വിധിയെ മാറ്റിമറിക്കാൻ വേറൊരാൾക്കും ഇവിടെ കഴിവില്ല. എന്നാലോചിക്ക്, സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് പറയുന്നത് ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് അള്ളാഹുവിനോട് പറയുന്നത് എന്താ? അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ്, അള്ളാഹുവേ, തീർച്ചയായിട്ടും നീ ആർക്കെങ്കിലും പ്രതാപം നൽകിയോ അവരെ നിന്ദിക്കാൻ, അവരെ അപമാനിക്കാൻ വേറൊരാൾക്കും കഴിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം റബ്ബേ? നീ എനിക്ക് പ്രതാപം നൽകണം എന്നാണ് നമ്മൾ പറയാതെ അള്ളഹാനോട് പറയണത്. റബ്ബേ, നീ ഒരുവന് പ്രതാപം നൽകി, നീ ഒരുവനെ നിന്റെ വലിയായി എടുത്തു, നീ ഒരുവനെ നീ പ്രത്യേകം പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നീ ഉയർത്തിയവനെ താഴ്ത്താൻ ഒരാളും ഇല്ല, നീ പരിഗണിച്ചവനെ അപമാനിക്കാൻ ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ റബ്ബേ, നീ എന്ത് ചെയ്യണം? എന്നെ പരിഗണിക്കണം, എന്നെ ഉയർത്തണം, എന്നെന്ത് ചെയ്യണം? നീ പ്രത്യേകം ഏറ്റെടുക്കണമേ എന്നുള്ള തേട്ടമാണ് ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹ് പറയാണല്ലേ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം, നിങ്ങളെ ആരെങ്കിലും റഹമുറാഹിമീനായ റബ്ബ് സഹായിക്കുന്ന പക്ഷം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ, നിങ്ങളോട് ശത്രുത വെക്കാൻ ഒരാളും തന്നെ ഇല്ല. സഹീഹായി വന്നിട്ടുള്ള ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്, അത് ഖുദ്സിയായ ഹദീസിലോ കാണാൻ പറ്റും. അല്ലാഹ് പറയാണ്, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന്. ആലോചിക്ക് അള്ളാഹുവിന്റെ ഒരു സ്നേഹം. അള്ളാഹ് ഒരാളെ വലിയ എടുത്തിട്ടുണ്ടെങ്കിൽ, അവനോട് ആരെങ്കിലും ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട്, ആ ആൾക്കാരോട് അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചു എന്നല്ല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ചെറിയ കാര്യമില്ല. അതുകൊണ്ട് അത്രയും വലിയതായിട്ടുള്ള റബ്ബെ, നിന്റെ ആ ഒരു ഏറ്റെടുക്കൽ എനിക്ക് വേണമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്തത് അള്ളാഹുവിനോട് പറയുന്നത് എന്താ? റബ്ബേ, നീ ഒരാൾക്കാരെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ അവനെ ഉയർത്താന്, അവനെ സംരക്ഷിക്കാന്, അവൻക്ക് ഇസ്സത്ത് കൊടുക്കാന് വേറൊരാളും തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ മുൻകഴിഞ്ഞു പോയ നബിമാരുടെ സമൂഹത്തിലെ ചരിത്രങ്ങൾ തന്നെ നമുക്ക് മതിയായതാണ്, അല്ലെ? അള്ളാഹ് നിന്ദിച്ച് എത്ര അഹങ്കാരികളായ ഭരണകർത്താക്കളാണ്. അവർക്ക് അവരുടെ ഭരണം ഉപകാരപ്പെട്ടോ? അവരെ സമ്പത്ത് ഉപകാരപ്പെട്ടോ? അവരെ പ്രജകൾ ഉപകാരപ്പെട്ടോ? അവരുടെ ആ ഒരു ജബ്ബാർ എന്നുള്ള അവരുടെ ആ ഒരു അഹങ്കാരത്തിന്റെ അത്യുന്നതി അവർക്ക് ഉപകാരപ്പെട്ടോ? ഒന്നും ഉണ്ടായില്ല, അല്ലെ? അള്ളാഹ് അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു, അവര് നശിച്ചു. അതുകൊണ്ട് റബ്ബേ, ആ കൂട്ടരിൽ എന്നെ പെടുത്തല്ല. നീ അപമാനിച്ചവരുടെ കൂട്ടത്തില് നീ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്.
അവസാനമായി കൊണ്ട് പറയുന്നത്, ഒരൊറ്റ മിനിറ്റ്, അവസാനമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താ? അള്ളാഹുവെ ഇതൊക്കെയും നീ നൽകണം. നമ്മൾ സുബ്ഹാനല്ലാഹ് നബിമാരുടെ പ്രാർത്ഥന പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു അല്ലെ, അവരെന്താ ചെയ്തത്? നമ്മളെ അഥവാ അവരെ സ്വന്തം എല്ലാം അങ്ങോട്ട് അള്ളാഹ്ക്ക് കൊടുത്തതിനു ശേഷം അള്ളാഹിനെ ഉന്നതിയിലാക്കി. യൂനുസ് നബിന്റെ പ്രാർത്ഥന നമ്മൾ കണ്ടില്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹിനെ ഉയർത്തുകയാണ്, അള്ളാഹിന്റെ ഔന്നിത്യത്തെ ഉയർത്തുകയാണ്, അള്ളാഹുവെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇത്രയും ആദ്യത്തില് ഒരു 5 കാര്യങ്ങൾ അള്ളാഹുവോട് പറഞ്ഞ ശേഷം പിന്നീട് അള്ളാഹിനോട് എന്താ പറയുന്നത്? അള്ളാഹുവിനോട് നമ്മളെ ഏറ്റെടുക്കേണ്ടുന്നതിന്റെ, നമ്മളെ ഒഴിവാക്കല റബ്ബേ എന്നുള്ളത് തേടിക്കൊണ്ട് അവസാനം അള്ളാഹിനോട് പറയുന്നത് എന്താ? തബാറക്ത റബ്ബനാ വതആലൈത്. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബേ, നീ അനുഗ്രഹങ്ങളുടെ സമ്പൂർണനാണ്. അഥവാ തബാറക്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? അള്ളാഹുവിനാണ് അനുഗ്രഹങ്ങളുടെ പരിപൂർണത മുഴുവനും റബ്ബിനാണ് ഉള്ളത്, ഞങ്ങളുടെ റബ്ബിന്. വതആലൈത്, നീയാണ് ഏറ്റവും അത്യുന്നതനായിട്ടുള്ളത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ഖുനൂത്ത് അവിടെ അവസാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇനി വരുന്ന ദിവസങ്ങള് പ്രത്യേകിച്ച് നമുക്കേറെ അഥവാ ഏറെ മൂർച്ച കൂടിയിട്ടുള്ള ദിവസങ്ങളാണ്. നമുക്കറിയാം അല്ലെ, അവസാനത്തെ 10 എന്ന് പറയുന്ന സമയത്ത് എല്ലാരും ഗഫ്ലത്തിലാവുന്ന, എല്ലാരും അശ്രദ്ധയിലാവുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സമയങ്ങളാണ് ഇനിയുള്ളത്. ഏതൊരു അമലിന്റെയും അള്ളാഹ് നോക്കല് അതിന്റെ ഖവാത്തിമിലാണ്. ഏതൊരു കർമ്മങ്ങളിലും അതിന്റെ പര്യവസാനത്തിലാണ് അത് കൊള്ളുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 20 ദിവസവും നമ്മൾ ഏറ്റവും മുന്നിലായ നമ്മൾ അവസാനത്തെ 10 അശ്രദ്ധയിലാവാതിരിക്കുക. രാത്രിയുടെ പകുതിയിൽ നിന്ന് നിസ്കരിക്കുക. ആ രാത്രിയിൽ നമ്മൾ ഒറ്റക്ക് നിന്ന് വിത്ർ നിസ്കരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ആദ്യത്തിൽ ആ വിത്ർ തുടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ സുന്നത്ത് എന്താണ്? നമ്മുടെ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ റബ്ബ ജബറാഈല എന്നുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ തുടങ്ങി ഫാത്തിഹ ഓതി ദീർഘമായി ഖുർആൻ ഓതുക. കാണാതെ ഹിഫ്ള് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഹിഫ്ള് എന്താണോ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ പരിപൂർണമായി ഓതുക. ഇനി ഹിഫ്ള് ഇല്ലാത്തവരാണെങ്കിൽ ഖുർആൻ നോക്കി ഓതാനുള്ള അനുവാദം ഉണ്ട്, തീരെ ഹിഫ്ള് ഇല്ലാത്തവർക്ക്. അങ്ങനെയും നമ്മൾ നിന്ന് ഓതുക. അതിനുശേഷം നമ്മളെ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കുന്ന വേളയില്, വിത്രിലെ അവസാനത്തെ ആ ഒന്നില് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഖുനൂത്ത് പഠിച്ചിട്ടുള്ള ഈ ഖുനൂത്ത് ഇന്ന് തന്നെ പഠിക്കുക, ഇപ്പൊ തന്നെ പഠിക്കുകയും അത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കുക. തുടർന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഖുനൂത്തിന് ശേഷം നമ്മൾ പഠിച്ച 20 ദുആകൾ, ഈ 20 ദുആകളും പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായിട്ട് ഈ പറയുന്ന ഞങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്ത് തന്ന 20 ദുആകളാണ്. 20ഉം വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ ചോദിച്ചതാ. ഇത് അള്ളാഹുവിനോട് ഈ 20 ദുആകളുടെയും ആഴം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രാർത്ഥനകളെക്കാൾ നമുക്ക് ഒന്നുകൂടെ നമ്മളെ ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥനകൾ വേരിറങ്ങും. കൈകൾ ഉയർത്തി അള്ളാഹിനോട് കരഞ്ഞു തേടുക. ഓരോ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് കണ്ണ് നനഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. പണ്ഡിതന്മാര് പറഞ്ഞാൽ കാണാൻ പറ്റും, നമുക്കിനി അള്ളാഹുവിനെ ഓർത്ത് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞത്? പണ്ഡിതന്മാര് പറഞ്ഞാൽ കാണാൻ പറ്റും, നീ കരയാത്തതിന്റെ പേരിൽ കരയേ, എനിക്ക് കരച്ചിൽ വരാത്തത് ഓർത്ത് നീ കരയുന്നു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ പറ്റും, നിനക്ക് കരയാൻ പറ്റണില്ല, കണ്ണീര് വരുന്നില്ല എന്ന് കരുതിയിട്ട് നീ കരയാതിരിക്കല്ല, കരച്ചിലുണ്ടാക്കി പരിശ്രമിച്ച് കരയണം. കാരണം നമ്മളെ ഹൃദയങ്ങൾ എവിടെയൊക്കെ കടുത്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കരച്ചിൽ വരാത്തെ. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിനരാത്രങ്ങൾ, ഇനിയുള്ള ദിനരാത്രങ്ങൾ ഏറ്റവും
ഹൈറിലാക്കി മാറ്റുക. അദ്കാറുകളെ കൊണ്ടും ഖുർആൻ പാരായണത്തെ കൊണ്ടും പാരായണം ചെയ്യുന്ന ഭാഗങ്ങള് ആസ്വദിച്ചുകൊണ്ടും മുന്നേറാൻ ശ്രമിക്കുക. അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ ഒരു പരിശ്രമത്തെ ഏറ്റവും നല്ല അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. അവസാനായിട്ട് ഒന്നും കൂടി പ്രാർത്ഥന പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ. വആഫിനി ഫീമൻ ആഫൈത്. റബ്ബേ, നീ സുഖവും സൗഖ്യവും മാപ്പും നൽകിയവരുടെ കൂട്ടത്തില് ഞങ്ങൾക്കും നീ സുഖവും സൗഖ്യവും മാപ്പും നൽകണേ റബ്ബേ. വതവല്ലനി ഫീമൻ തവല്ലൈത്. റബ്ബേ, നീ സ്നേഹത്തോടെ ഏറ്റെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടരുടെ കൂട്ടത്തില് ഞങ്ങളെയും എന്നെയും നീ എന്ത് ചെയ്യണേ? സ്നേഹത്തോടെ ഏറ്റെടുക്കണമേ. വബാരിക് ലീ ഫീമാ അഅതൈത്. റബ്ബേ, നീ എനിക്ക് എന്താണോ നൽകിയത് അതില് നീ എനിക്ക് ബർക്കത്ത് നൽകണേ, അനുഗ്രഹം ചൊരിഞ്ഞു നൽകണമേ. വഖിനീ ശർറ മാ ഖദൈത്. റബ്ബേ, നീ വിധിച്ചതിൽ എന്നെ ബാധിക്കുന്ന ഷർറിൽ നിന്നും റബ്ബേ നീ എന്നെ എന്ത് ചെയ്യണമേ? കാത്തു രക്ഷിക്കണമേ. ഇന്നക തഖ്ദീ വലാ യുഖ്ദാ അലൈക്. റബ്ബേ, തീർച്ചയായും നീയാണ് എല്ലാത്തിന്റെയും വിധികർത്താവായിട്ടുള്ളത്. വലാ യുഖ്ദാ അലൈക്. നിന്റെ വിധിക്കെതിരിൽ വിധി കൽപ്പിക്കാൻ യാതൊരു വ്യക്തിയും യാതൊരാളും തന്നെ ഇല്ല റബ്ബേ. തീർച്ചയായും നീ ഒരുവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവനെ നിന്ദ്യനാക്കാൻ, അവനെ അപമാനിക്കാൻ യാതൊരാളും തന്നെ ഇല്ല. റബ്ബേ, നീ ഒരുവനോട് ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, നീ ഒരുവനെ നിന്ദ്യനാക്കിയിട്ടുണ്ടെങ്കിൽ അവന് പ്രതാപം നൽകാനും ഒരു കഴിവും ഒരാളും തന്നെയും ഇവിടെ ഇല്ല. എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, നീ ഏറ്റവും വലിയ അനുഗ്രഹ സമ്പൂർണനും അത്യുന്നതനുമാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നേറുന്നവരുടെ കൂട്ടത്തില് നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിത്റിന്റെ കുനൂത്തില് നമ്മളെ തുടർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആ വിത്തറിലെ കുനൂത്തില് നമ്മുടെ ഗസയിലെ സഹോദരന്മാർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതിനേക്കാളേറെ, പറഞ്ഞതിനേക്കാളേറെയും കേട്ടതിനേക്കാളേറെയും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായതുണ്ടെങ്കിൽ അത് പരിപൂർണമായും അല്ലാഹു അസ്സ വജല്ലിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുള്ളതാണ്. എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ നിന്നും ശൈത്താനിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഞങ്ങൾക്ക് പുറത്തു നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.